ഇത് നമ്മുടെ കുറച്ച് പ്രോഡക്ട്സിൻ്റെ സെലക്ഷനാണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വുഡ് എപ്പോക്സി വെച്ചിട്ടുള്ള വാൾ ആർട്സാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ജാപ്പനീസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാർവിംഗ് ആണ്. ഇത് ഭാഗം ഹാൻഡ് കാർവിങ്ങും ഭാഗം മെഷീൻ കാർവിംഗ് ആണ്. പിന്നെ മൊത്തം ഹാൻഡ് ഫിനിഷ്ഡ് ആണ്. ഇതിനകത്ത് ഓരോരോ ഈ തിരമാല വരില്ലേ, ആ ഒരു കാര്യം കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇത് പെയിൻറ്റിങ് ഒറിജിനലി വുഡ് ബ്ലോക്കിൽ ചെയ്തിട്ട് അവർ മഷി തേച്ചിട്ടാണ് ആ പെയിൻറ്റിങ് ഉണ്ടാക്കിയേക്കുന്നത്. സോ അപ്പം അത് പ്രകാരം നമ്മളൊരു വുഡ് ബ്ലോക്കിൽ തന്നെ ഇത് കാർവ് ചെയ്തെടുത്തതാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സ്വന്തം ഇക്കയുടെ ഒരു കാർവിംഗ് ആണ്. ഇത് നമ്മൾ CNC-ക്കകത്ത് കാർവ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഓരോ ഭാഗം വേണ്ട പ്രകാരമുള്ള കളർ പ്രകാരമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇക്കടെ മാത്രമല്ല ആരുടെയും വേണമെങ്കിൽ ഒരു രൂപം നമുക്ക് കാർവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എത്ര വലുപ്പത്തിലും വേണമെങ്കിലും നമുക്ക് കാർവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് മൊത്തം മഹോഗണി വുഡിലാണ് നമ്മൾ കാർവ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആരും കടന്നു പോകാത്ത പരീക്ഷണം കൂടാൻ നമ്മൾ പോകുന്നത്. ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഗർ ഐസ് എന്ന് പറഞ്ഞൊരു പീസാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോക്സി ഈ ബ്ലാക്ക് ഏരിയയിൽ എപ്പോക്സി ഇൻലേ ചെയ്തിട്ട് കണ്ണ് സെപ്പറേറ്റ് ആയിട്ട് കാർവ് ചെയ്ത് നമ്മൾ ഒരു പച്ച ഇൻലേ ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ സൈഡ് കണ്ട ആ പക്കയായിട്ട് നമുക്ക് എപ്പോക്സിയുടെ ലൈനിൻ്റെ പാറ്റേൺ കാണാൻ പറ്റും. എന്നിട്ട് ഈ കണ്ണിൻ്റെ ഭാഗത്തോട്ട് കണ്ട നല്ല കൃത്യമായിട്ട് പുറയിലുള്ള തടി കാണാൻ പറ്റും. സോ ഇതിങ്ങനെ ഹാങ് ചെയ്തിരിക്കുമ്പം പക്ക ടൈഗറിൻ്റെ കണ്ണ് ഇങ്ങനെ നമ്മുടെ ഒപ്പം മൂവ് ചെയ്യുന്നൊരു എഫക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ദ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞൊരു പീസാണ്. സോ ഈ പീസിനകത്ത് കൃത്യമായിട്ട് കണ്ടാൽ നമുക്ക് ആ കാൽപാതയിൽ നമ്മൾ ചെയ്തേക്കുന്ന ഷാഡോ വർക്ക് കാണാൻ പറ്റും. ആ ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് എപ്പോക്സി ഒഴിക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് എപ്പോക്സിയുടെ ലെയർ ഒഴിക്കുന്നതിൻ്റെ എഫക്റ്റാണ്. സോ അത് പക്ക നമ്മുടെ മൂവ്മെൻറ്റ് പ്രകാരം ആ എപ്പോക്സി ഒഴിച്ച് നമ്മൾ അങ്ങനെ പുഷ് ചെയ്തേക്കുക. അത് പ്രകാരമാണ് ഈ ഷാഡോ വന്നേക്കുന്നത്. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് വുഡിനകത്ത് വരുന്ന ഗോൾഡൻ എപ്പോക്സിയുടെ ഫിനിഷാണ്. ഇത് നമ്മൾ ബുദ്ധൻ്റെ ഒരു രൂപമാണ് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് കണ്ട പക്കയായിട്ട് ഈ തലമുടിയുടെ ഓരോ ചുരുളിനകത്തും ഈ ഗോൾഡ് ഇങ്ങനെ അനങ്ങുന്നതിൻ്റെ ഒരു ഫീലാണ്. അതാണ് ഗോൾഡ് എപ്പോക്സിക്ക് വലിയൊരു ഗുണം. അതുപോലെ തന്നെയാണ് ഈ ഗണപതിയുടെ പീസ്. ഈ ഗണപതിയുടെ പീസും പക്ക ഈ ഗോൾഡൻ എപ്പോക്സി ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന ഷേപ്പാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള തെയ്യത്തിൻ്റെ ഒരു മുഖരൂപം കാണുന്ന രീതിയിലുള്ള ഒരു വോളായിട്ടാണ്. പിന്നെ നമ്മുടെ ഇലയുടെ നമ്മുടെ ഈ ഫോറസ്റ്റിൽ നടക്കുന്ന ഈ ലീഫ് ഇങ്ങനെ അനങ്ങുന്നതിൻ്റെ എഫക്റ്റ്. പിന്നെ നമ്മുടെ ഗോൾഡനും ബ്ലാക്കും ആയിട്ടുള്ള എലിഫൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പറഞ്ഞാൽ റോയൽ എലിഫൻറ്റ് എന്ന് പറഞ്ഞൊരു പീസാണ്.